ഒരു നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഭിക്ഷക്കാരൻ താമസിച്ചിരുന്നു. അവിടെ വരുന്ന ട്രെയിനുകളിലെ യാത്രക്കാരോട് ഭിക്ഷ ചോദിച്ചായിരുന്നു അവൻ വിശപ്പടക്കിയിരുന്നത്. ഒരു ദിവസം സ്യൂട്ടും ബൂട്ടും ധരിച്ച ഉയരമുള്ള ഒരാൾ അവിടെ വന്നു. ഇയാൾ വലിയ പണക്കാരനാണല്ലോ, ചോദിച്ചാൽ നല്ല തുക കിട്ടും എന്ന് കരുതി ഭിക്ഷക്കാരൻ അയാളുടെ പിന്നാലെ കൂടി. ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ആ വ്യക്തി പറഞ്ഞു, "നീ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ, എന്നെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ?" ഭിക്ഷക്കാരൻ വിനയത്തോടെ പറഞ്ഞു, "സാബ്, ഞാനൊരു പാവം ഭിക്ഷക്കാരനാണ്. എപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കാറേയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ എനിക്കെവിടെയാണ് കഴിവ്?" അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, "മറ്റുള്ളവർക്കൊന്നും നൽകാൻ കഴിയില്ലെങ്കിൽ നിന്നോട് ചോദിക്കാനും നിനക്ക് അവകാശമില്ല. ഞാനൊരു വ്യാപാരിയാണ്. കൊടുക്കൽ വാങ്ങലുകളിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിനക്ക് എനിക്ക് തിരിച്ചു നൽകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിനക്കെന്തെങ്കിലും തരാൻ കഴിയൂ." ഇതും പറഞ്ഞ് അദ്ദേഹം ട്രെയിനിൽ കയറിപ്പോയി. ആ വാക്കുകൾ ഭിക്ഷക്കാരൻ്റെ ഉള്ളിൽ തറച്ചു. എനിക്ക് കൂടുതൽ പണം കിട്ടാത്തത് ഞാനൊന്നും തിരിച്ചു നൽകാത്തതുകൊണ്ടാണോ? അവൻ ചിന്തിച്ചു. പക്ഷേ ഒരു ഭിക്ഷക്കാരന് എന്തു നൽകാൻ കഴിയും? 2 ദിവസം അവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. 3-ാം ദിവസം സ്റ്റേഷന് സമീപം വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആളുകൾ എനിക്ക് പണം തരുമ്പോൾ പകരം ഞാൻ ഈ പൂക്കൾ നൽകിയാലോ? അവനാ ചിന്ത ഇഷ്ടപ്പെട്ടു. അവൻ കുറച്ച് പൂക്കൾ പറിച്ച് ട്രെയിനിൽ കയറി. ആരെങ്കിലും ഭിക്ഷ നൽകുമ്പോൾ പകരം അവൻ ഓരോ പൂവ് നൽകാൻ തുടങ്ങി. ആളുകൾ സന്തോഷത്തോടെ അത് വാങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് കൂടുതൽ പണം ലഭിക്കാൻ തുടങ്ങി. പൂക്കൾ ഉള്ളപ്പോൾ പണം ലഭിക്കും, പൂക്കൾ തീർന്നാൽ ആരും ഒന്നും നൽകില്ല എന്ന അവസ്ഥയായി. ഒരു ദിവസം പഴയ ആ വ്യാപാരി വീണ്ടും അതേ ട്രെയിനിൽ ഇരിക്കുന്നത് ഭിക്ഷക്കാരൻ കണ്ടു. അവൻ വേഗം അടുത്ത് ചെന്ന് പറഞ്ഞു, "ഇന്ന് എൻ്റെ പക്കൽ നിങ്ങൾക്ക് നൽകാൻ പൂക്കളുണ്ട്. എനിക്ക് ഭിക്ഷ തന്നാൽ പകരം ഞാൻ ഈ പൂക്കൾ നൽകാം." ആ വ്യക്തി പണം നൽകി പൂക്കൾ വാങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "വാഹ്, ഗംഭീരം, ഇന്നംഭീരം, ഇന്ന് നീ എന്നെപ്പോലെ ഒരു വ്യാപാരിയായി മാറിയിരിക്കുന്നു." ഈ വാക്കുകൾ അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അവൻ ആവേശത്തോടെ ട്രെയിനിൽ നിന്നിറങ്ങി ആകാശത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഞാൻ ഭിക്ഷക്കാരനല്ല, ഞാനൊരു വ്യാപാരിയാണ്. എനിക്കും പണക്കാരനാകാൻ കഴിയും." ഇത് കണ്ടു നിന്നവർ അവൻ ഭ്രാന്തായെന്ന് കരുതി. പിറ്റേന്നു മുതൽ അവനെ ആ സ്റ്റേഷനിൽ കണ്ടില്ല. 6 മാസങ്ങൾക്ക് ശേഷം അതേ സ്റ്റേഷനിൽ സ്യൂട്ടും ബൂട്ടും ധരിച്ച 2 വ്യക്തികൾ യാത്ര ചെയ്യുകയായിരുന്നു. ഒരാൾ മറ്റേയാളെ തിരിച്ചറിഞ്ഞ് കൈകൊടുത്തു. "നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞോ?" രണ്ടാമത്തെയാൾ പറഞ്ഞു, "ഇല്ല, നമ്മൾ ആദ്യമായി കാണുകയാണല്ലോ." ആദ്യത്തെയാൾ പറഞ്ഞു, "അല്ല, നമ്മൾ 3-ാം തവണയാണ് കാണുന്നത്. ഓർത്തു നോക്കൂ, ഇതേ ട്രെയിനിൽ മുമ്പ് 2 തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഭിക്ഷക്കാരനാണ്. ആദ്യ കൂടിക്കാഴ്ചയിൽ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു തന്നു. 2-ാം തവണ ഞാൻ ആരാണെന്ന് നിങ്ങളെനിക്ക് മനസ്സിലാക്കി തന്നു." വ്യാപാരി അത്ഭുതത്തോടെ പറഞ്ഞു, "അതെ, എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ നീ ഇപ്പോൾ എങ്ങനെ ഈ നിലയിലെത്തി?" അവൻ പറഞ്ഞു, "സാബ്, പ്രകൃതിയുടെ ആ നിയമം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും നൽകിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കൂ. ഞാൻ പൂക്കൾ വിൽക്കുന്ന ഒരു ചെറിയ വ്യാപാരിയാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ചിന്ത മാറി. ഭിക്ഷയിലൂടെ കിട്ടിയ പണം കൊണ്ട് ഞാൻ കൂടുതൽ പൂക്കൾ മൊത്തമായി വാങ്ങി വിൽക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ പൂക്കളുടെ വലിയൊരു വ്യാപാരിയാണ്. അന്ന് നിങ്ങൾ എൻ്റെ ചിന്ത മാറ്റിയതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതം മാറിയത്." ഉപസംഹാരം കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. ലോകത്തെ എല്ലാ വലിയ ബിസിനസ്സുകാരും കൊടുക്കൽ വാങ്ങൽ എന്ന ഈ പ്രകൃതി നിയമത്തിലാണ് വിജയിച്ചത്. നമ്മുടെ ചിന്താഗതി മാറ്റിയാൽ ഏത് കൊടുമുടിയും കീഴടക്കാം. നിങ്ങൾ നിങ്ങളെ ചെറുതായി കണ്ടാൽ എപ്പോഴും ചെറുതായി തന്നെ ഇരിക്കും. വലിയ നേട്ടങ്ങൾക്കായി ആദ്യം വലിയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുക. വിജയം നിങ്ങളുടെ ചിന്തകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്.